ഇപ്പൊ എല്ലാവരും പാലക്കാട്ടെ MLA കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഞാനൊന്നും സംസാരിക്കുന്നില്ല, ഞാനത് ആ ഭാഗം പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, പാലക്കാട്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഒരു വിവാദം ഉയർന്നു വന്നു, ഒരു പെട്ടി വിവാദം അല്ലേ? അതിനെക്കുറിച്ചും ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു നീല പെട്ടി വിവാദം ഉയർന്നു വന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി മാധ്യമങ്ങളുടെ മുൻപാകെ വിശദീകരിച്ച ഒരു കാര്യം വളരെ കൗതുകത്തോടെയാണ് കേട്ടോ. എന്താണ്? ഈ പെട്ടിയിൽ ഒന്നുമില്ല. ആ പെട്ടിയിൽ ധരിക്കാനുള്ള വസ്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ വസ്ത്രമായിട്ടാണ് അദ്ദേഹം താമസിക്കാത്തൊരു ഹോട്ടലിലേക്ക് വരുന്നു. അദ്ദേഹം വിശദീകരിച്ചത് മറ്റ് നേതാക്കന്മാരുടെ മുൻപാകെ ഈ ഉടുപ്പ് കാണിച്ചിട്ട്, ഈ ഉടുപ്പ് തന്നെയാണോ നാളെ ഇടേണ്ട ഉടുപ്പ് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. നമുക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, നമുക്ക് തർക്കിക്കണ്ട, തർക്കിച്ചാലേ പ്രശ്നമുള്ളൂ. പക്ഷെ രാഷ്ട്രീയത്തെ കുറിച്ച് എന്ത് ചിത്രമാണ് ഈ സത്യപ്രസ്താവനയിലൂടെ പുറത്തു കൊടുക്കുന്നത്? ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇടേണ്ട ഉടുപ്പ് ഏത് ഡിസൈനിലുള്ളതായിരിക്കണം എന്ന് പോലും മറ്റു നേതാക്കന്മാരുമായി കൂടി ആലോചിച്ച് തീരുമാനിച്ച് ആ ഉടുപ്പ് ഇട്ട് നടത്തേണ്ട ഒരു പ്രവർത്തനം അല്ലേ? ഉടുപ്പും നടപ്പും ഹെയർ സ്റ്റൈലും മാനറിസങ്ങളും അത് റീലായി ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നല്ലേ ഒരു തെറ്റുമില്ല എന്ന നിലയിൽ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വിവാദങ്ങളിലേക്കല്ല, അന്ന് ഉയർന്നു വന്ന വസ്തുതകളിലേക്കല്ല പോകുന്നത്, മറിച്ച് അവരുടെ സത്യവാങ്മൂലത്തിലേക്കാണ്. രാഷ്ട്രീയമെന്നാൽ ഒരു ക്യാമറ ടീമിനെ ഒപ്പം കൊണ്ടുനടന്ന് ഒരു മേക്കപ്പ് മാനെ സ്ഥിരമായി നിയോഗിച്ച് അങ്ങനെ ജനങ്ങളുടെ മുൻപിൽ വേഷം കെട്ടലും കെട്ടുകാഴ്ചയുമാണ് എന്ന ബോധം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പുതിയ തലമുറ പകർന്നു കൊടുക്കുകയാണ്.